നമസ്കാരം. എന്തുകൊണ്ടാണ് സെരാംപൂർ സ്ഥാനാർത്ഥി ദീപ്സിത ധർ ഇടതുപക്ഷത്തിന്റെ തീക്ഷ്ണമായ ധീരതയുടെ വിളക്കായി മാറുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തനിക്കെതിരെ വരുന്ന ലിംഗവിവേചനപരമായ പരാമർശങ്ങളോടും തൃണമൂൽ കോൺഗ്രസിന്റെ ഹെവി വെയ്റ്റ് കല്യാൺ ബാനർജിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ആവേശകരമായ പ്രചാരണമാണ് ദീപ്സിത ധർ നടത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള തന്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ യാത്രയിൽ ദീപ്സിതയ്ക്ക് ഒരുപാട് അപവാദങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിലെ സ്ത്രീവിരുദ്ധരായ അംഗങ്ങളും എതിരാളികളും തനിക്ക് നേരെ എറിയുന്ന ലിംഗവിവേചനത്തെ ധൈര്യപൂർവ്വമായി തന്നെ നേരിടാൻ ദീപ്സിത ധർ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. അടുത്തിടെയാണ് തന്റെ ചർമ്മത്തിന്റെ നിറത്തെക്കുറിച്ച് നിഷ്ക്രിയവും എന്നാൽ ക്രൂരവുമായ അഭിപ്രായത്തിന് ദീപ്സിത വിധേയായത്. സെരാംപൂർ സിറ്റിംഗ് എംപിയും എതിർ സ്ഥാനാർത്ഥിയുമായ തൃണമൂൽ കോൺഗ്രസിന്റെ കല്യാൺ ബാനർജിയിൽ നിന്നുമാണ് അപമാനം ഉണ്ടായതെന്നാണ് ദീപ്സിത വെളിപ്പെടുത്തിയത്. 2009 മുതൽ സെറാംപൂരിൽ നിന്ന് വിജയിച്ചു വരുന്ന ബാനർജി ഇരുട്ടിൽ അദൃശ്യയായതിനാൽ സൂര്യാസ്തമയത്തിന് ശേഷം CPIM ഒരു പ്രചാരണവും സംഘടിപ്പിക്കുന്നില്ലെന്ന പരാമർശമാണ് ബാനർജിയിൽ നിന്നും ഉണ്ടായതെന്നാണ് ധർ അവകാശപ്പെടുന്നത്. ഒരു MP യിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം വരുന്നത് ക്രൂരമാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്ന് അവകാശപ്പെടുകയും തൻ്റെ ചർമ്മത്തിൻ്റെ നിറത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സെറാംപൂരിന് വംശീയതയും ലൈംഗികതയും അഴിമതിയും കലർന്ന ഒരു പാർലമെന്റേറിയനെ ഇനി ആവശ്യമില്ല. തനിക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമല്ലെന്ന് ദീപ്സിത സൂചിപ്പിക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM തന്നെ ബെല്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഒരു വേലക്കാരി എന്ന ടാഗ് ലൈനോടെ തന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നതായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത്തരം ആക്രമണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയകരമായ പ്രകടനം കാഴ്ചവെക്കാനുള്ള തന്റെ ദൃഢനിശ്ചയത്തെ ശരിക്കും പറഞ്ഞാൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ എതിരാളികൾ ദീപ്സിതയെ ഒരു അധോഗതിയായി തള്ളിക്കളയാൻ പ്രലോഭിപ്പിച്ചപ്പോൾ മുൻ CPIM MLA പത്മാനിധി ധറിന്റെ ചെറുമകൾ തിരഞ്ഞെടുക്കപ്പെട്ട യുവ ജനപ്രതിനിധികളുടെ കൂടുതൽ വാഗ്ദാനമായ വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്ന ആളുകൾക്കിടയിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നിരവധി യുവ നേതാക്കളിൽ ഒരാളായി പരിണമിക്കുകയാണ് ഉണ്ടായത്. നിലവിൽ CPIMന്റെ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായ ധർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സഹപ്രവർത്തകരായ കനയ്യകുമാർ, ഉമർ എന്നിവരോടൊപ്പം ദേശീയ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. 2001 പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ പേരിൽ 2016 ഫെബ്രുവരിയിൽ ക്യാമ്പസിൽ ഡൽഹി പോലീസ് നടത്തിയ അടിച്ചമർത്തലിന് ശേഷം ഖാലിദും മറ്റുള്ളവരും കൂടി പരിപാടിയുടെ വിമർശകർ പരിപാടിയെ ദേശവിരുദ്ധവും രാജ്യദ്രോഹവുമാണെന്ന് മുദ്രകുത്തുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. 2016 ജനുവരിയിൽ ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി രോഹിത് വെമുലയ്ക്ക് നീതി തേടിയുള്ള ക്യാമ്പയിനുകളിലും ദീപ്സിത വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ പ്രമുഖ മുഖങ്ങളിലൊന്നായിരുന്നു ദീപ്സിത ധർ. 2021 തെരഞ്ഞെടുപ്പിൽ 294 അംഗ ബംഗാൾ നിയമസഭയിൽ CPIM ശൂന്യമായിരുന്നു. എന്നാൽ ദീപ്സിത ധർ അതിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരിൽ ഒരാളായിരുന്നു. ബാലിയിൽ 17.5% വോട്ടുകളാണ് അവർ നേടിയത്. സെറാംപൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും കോൺഗ്രസും 2019 ലോക്സഭാ സീറ്റിൽ സ്വതന്ത്രമായി മത്സരിക്കുകയും മൊത്തം 13% വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെ വോട്ട് വിഹിതം 2021 ഏകദേശം 9% നിന്ന് കഴിഞ്ഞ വർഷം സെറാംപൂരിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 19% ഉയർന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടെ ബംഗാളിൽ എത്രമാത്രം അക്രമം അഴിച്ചുവിട്ടുവെന്ന് നമുക്കെല്ലാം അറിയാം. എന്നിരുന്നാലും CPIM ഏകദേശം 19% വോട്ടുകളാണ് നേടിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 2024 ബംഗാൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിതം വൻതോതിൽ വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലക്ഷ്യം നേടുന്നതിനായി ധർ സെറാംപൂരിൽ വിപുലമായ പ്രചാരണം നടത്തിയിരുന്നു. ചില ദിവസങ്ങളിൽ 5 പൊതുയോഗങ്ങളിൽ വരെ അവർ അഭിസംബോധന ചെയ്തു. ഇടതുപക്ഷത്തിന് മതത്തോടും ഹിന്ദു ദൈവങ്ങളോടും വിരോധമുണ്ടെന്ന ആഖ്യാനം തകർക്കാൻ അവർ ഇതിനകം 2 തവണ സെറാംപൂരിലെ മഹേഷിലെ പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ദീപ്സിത ധറിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളും റാലികളും വലിയൊരു ജനക്കൂട്ടത്തെയാണ് ആകർഷിച്ചിരുന്നത്. വോട്ടർമാർക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും കഴിയുന്ന ഇന്ററാക്റ്റീവ് സെക്ഷനുകൾ ഉൾപ്പെടുന്ന തന്റെ ചില പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ദീപ്സിത സ്വയം ഏറ്റെടുത്തായിരുന്നു അത് നിർവഹിച്ചത്.